പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇതെടുത്തു വെച്ചത് വെറുതെ എടുത്തു വെച്ചതാണ്. എനിക്കിത് വായിക്കാൻ അറിയില്ല. പെട്ടി വായിക്കും, പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് വായിക്കാൻ കുറെ കാലമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് ഫിംഗറിംഗ് ഒന്നും എനിക്കില്ല. വായിച്ചു പഠിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഇപ്പോൾ ഞാനിതെടുത്ത് മുന്നിൽ വെച്ചത് നിങ്ങളെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിന്റെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം എന്നതുകൊണ്ടാണ്. ഏതെങ്കിലും പാട്ട് പാടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഒരു ശ്രുതി വേണമെന്ന് തോന്നിയാൽ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പോൾ ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാമല്ലോ, ഭജന നടത്തും. ഇപ്പൊ ഭജന ഒക്കെ നടത്തും. കൂടിയിരുന്നുണ്ട് പാടും. കടം പെട്ടി. പണ്ട് ഗഞ്ചറയും ചാലറയും മാത്രമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് അത് കിൽക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതല്ല. ഇന്ന് തബലയും ഹാർമോണിയൊക്കെ വെച്ചിട്ടാണ് ആ പാട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ അന്ന് നമ്മൾ ഗഞ്ചറയിൽ പാടിയിരുന്ന ആ പാട്ടുകളൊക്കെ ഇന്ന് തബലയിലും മറ്റും പാടിയപ്പോൾ വിവാദമാകുന്നതും വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് മുന്നിൽ വെച്ചത്. അത് ഞാൻ പിന്നിട്ട കുറച്ച് മാർഗങ്ങൾ പറയാമെന്ന് കരുതിയിട്ടാണ്. എത്ര പേരിത് മുഴുവൻ കാണുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഒന്ന് പറയണമല്ലോ. എന്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അൻസാരി എന്നൊരു ചെറുപ്പക്കാരൻ, അയാളുടെ ഒരു മാപ്പിളപ്പാട്ട് കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ പാടിയതാണ് ഞാൻ ആദ്യം കേൾക്കുന്ന ഒരു മുസ്ലിം ഗാനം ഒരു ക്ഷേത്രത്തിൽ പാടി കേട്ടത്. അയാൾ ആ പാട്ട് ആദ്യം പാടിയത് ദർഭക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. എനിക്ക് കൃത്യമായി വർഷം ഓർമ്മയില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 88 കാലഘട്ടങ്ങളിലാണ്. 88, 89 കാലഘട്ടങ്ങളായിരിക്കും. അതായത് ഏഞ്ചൽ വോയിസ് മൂവാറ്റുപുഴ കത്തി നിൽക്കുന്ന സമയമാണ്. ചാക്കോയൊക്കെ കത്തി നിൽക്കുന്ന, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് പാടി കത്തി നിൽക്കുന്ന സമയമാണ്. അന്ന് അൻസാരി ദർഭക്കാട്ടിൽ വെച്ചൊരു പാട്ട് പാടി. ആ പാട്ട് ഇതാണ്: അഴകേറും നാഥന്റെ പൂവളപ്പിൽ അഹദായ തൗഹീദിൻ പൂവിടർന്നു, ആമിന ബീവിതൻ പൊന്മടിയിൽ ആലംബ പൊൻകിരണം വന്നു. ഇതിങ്ങനെ ഒരു പാട്ട്. അതിന് ഒരു യൂനാനി വിട്ടിട്ട് ഒരു വായിക്കുകയും ചെയ്തു. അത് അവർ കേൾക്കാത്ത ഒരു പാട്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എന്ന പോലെ ഒരു മ്യൂസിക്കിന് നല്ല ഓർമ്മയുണ്ട് എനിക്കത്. ആ പാട്ട് പാടി കൈയടിക്ക് കെട്ടി. പ്രാദേശികമായിട്ടല്ലേ അന്ന് ഈ ഗാനമേളയ്ക്ക് പങ്കെടുക്കാൻ വരുന്നവർ പ്രാദേശികമായിട്ടുള്ളവർ കയറി പാടി കഴിഞ്ഞാൽ അതൊരു അവിടെ ഉള്ളവർക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ പാടി. അതിനുശേഷം അതേ ഏഞ്ചൽ വോയിസ് കടയ്ക്കൽ തിരുവാതിരയ്ക്ക് പരിപാടിക്ക് വന്ന സമയത്ത്, കടയ്ക്കൽ ദേവീക്ഷേത്രമാണെന്ന് ഓർമ്മ വേണം, പ്രതിഷ്ഠയില്ലാത്ത എന്നാൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉത്സവം, മഹോത്സവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. പ്രാദേശിക ഉത്സവമാണ്. കുംഭമാസത്തിലെ തിരുവാതിര നാള്, ആ ഒരു നാളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ പ്രാദേശിക അവധി കൊടുക്കുന്ന ഒരു നാടാണ്. എടുപ്പ് കുതിര അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 4 കരക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഭയങ്കര പരിപാടിയാണ്. ഭീകര പരിപാടിയാണ്. അതായത് പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ 2 നാടകം, ഒരു ഗാനമേള, അല്ലെങ്കിൽ ഒരു നാടകം, ഒരു കഥാപ്രസംഗം, ഒരു ബാലെ, സാംബശിവനും യേശുദാസും അതുപോലെ അവരും പുരി എന്ന് വേണ്ട ആകെ ജഗ പുകയാണ്. അമ്മാതിരി പ്രോഗ്രാം നടക്കുന്ന ഒരു വേദി. അതിലൊരു ദിവസം ഏഞ്ചൽ വോയിസിന്റെ ഗാനമേള നടക്കുമ്പോൾ ഇതേ അൻസാരി അവിടെ വന്നിട്ട് ഇതേ പാട്ട് അവിടെ പാടി. അൽഹംദുലില്ലാഹി കീർത്തനങ്ങൾ അഖിലാക്കിൻ കൂട്ടങ്ങൾ വാഴ്ത്തിടുമ്പോൾ അല്ലാഹു അഹദെന്ന പൊൻരഥത്തിൽ അഹമ്മദ് നബി ദൂതർ വന്നു തിരിച്ചു. ഇത് എവിടെയാണ് പാടിയെന്നറിയോ? ഇത് പാടിയത് കടയ്ക്കൽ തിരുവാതിര ദേവി ക്ഷേത്ര ആ വേദിയിലാണ്. അതിനുശേഷം 90കൾ കഴിഞ്ഞപ്പോ ഒരു 90 ഞാൻ 10ാം ക്ലാസ് എഴുതി. പിന്നീട് സാമ്പത്തിക പ്രതിസന്ധി മൂലം പഠനം ഒരല്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പണി പഠിക്കാനൊക്കെ പോയൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രത്തിന്റെ അടുത്താണ് പിന്നെ താമസിക്കുന്നതല്ല, പണിയെടുക്കുന്നത്. അപ്പൊ രാവിലെ ചെല്ലും. രാവിലെ അതിനു മുമ്പ് വെങ്കടേശ്വര സുപ്രഭാതം കേൾക്കും. നമ്മുടെ ചെറുപ്പത്തിൽ, എന്റെ ബാല്യത്തിൽ ഞാൻ അതാണ് കേൾക്കുന്നത്. സുബൈ ബാങ്ക് കേൾക്കില്ല. ഒരുപാട് ദൂരെയാണ് പള്ളിയുള്ളത് എന്നതുകൊണ്ട് കുറച്ചു ദൂരെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് വെങ്കടേശ്വര സുപ്രഭാതം കേൾക്കും. അപ്പൊ എന്റെ ബാല്യം വെങ്കടേശ്വര സുപ്രഭാതം കേട്ടിട്ടാണ്. അപ്പൊ ഇവിടെ പണി പഠിക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് കേൾക്കുന്ന പാട്ട് ഏതാണെന്നറിയാം? വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പോൾ അമ്പലത്തില് പാട്ടിടും. ആ പാട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഓം 3 ഓംകാരം കഴിഞ്ഞ ശേഷം ഓംകാര പൊരുളേ ഗണേശ
ഞങ്ങൾക്കെന്നെന്നും ആശ്രയം നീയല്ലേ ഈശ. ഈ പാട്ടിങ്ങനെ കേൾക്കും. അത് ദിവസം കേൾക്കുന്നത് കൊണ്ട് ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നും. ആദ്യം അറിയില്ല, വരികൾ അറിയില്ല, പിന്നെ അത് കാണാതെ പഠിച്ചു. ദിവസം കേൾക്കല്ലേ. പിന്നെ മയിൽപ്പീലിയിലുള്ള പാട്ടാ പിന്നെ കേൾക്കുന്നത്, അത് കഴിഞ്ഞ കേൾക്കുന്നത്. അതിങ്ങനെയാ. നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ, കണ്ണാമഴ മുകിലൊളിവർണ്ണ. ഞാനൊരു മുസ്ലിമാണ്. ഈ പാട്ടുകളൊന്നും പാടിയെന്ന് വെച്ചിട്ട് എന്റെ ദീന്, എന്റെ ഇസ്ലാം എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല, അതിന് ഒരു തെളിവും കൂടെ ഞാൻ തരാം. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ കഴിഞ്ഞ ശേഷം 1993, 94 കാലഘട്ടങ്ങളിലാണ് ഗിറ്റാർ പഠിക്കണം എന്നൊരു മോഹവുമായിട്ട് ഞാൻ NS ഹരിദാസ് എന്ന് പറയുന്ന ഒരാളെടുത്ത് പോയത്. എൻ്റെ ഗുരു കടയ്ക്കൽ ചടയമംഗലം NS ഹരിദാസ്. അദ്ദേഹം എനിക്ക് ഒരുപാട് മെത്തേഡുകൾ, ഹരിദാസ് സ്കോപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞുള്ള ചില മെത്തേഡുകൾ ഉണ്ട്. അങ്ങനെ ഗിറ്റാർ പഠിപ്പിച്ചു. ആ വർഷം തന്നെ എൻ്റെ അരങ്ങേറ്റം നടന്നു. അതായത് ഗാനമേളയ്ക്ക് ഗിറ്റാർ വായിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ആ ഗാനമേളയുടെ ബിറ്റുകൾ മാത്രം പഠിച്ചുകൊണ്ട് ഞാൻ കയറി. ഗാനമേള ഏതാണെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞ കടയ്ക്കൽ ദേവീക്ഷേത്ര നടയിലെ വകയിരുത്തിന്റെ പുലർച്ചെ 4 മണിക്ക്. ഇന്നും ആ പ്രോഗ്രാം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പരിപാടി തുടങ്ങി വെച്ചത് ഞങ്ങളാണ്. തുടർച്ചയായി 3 വർഷം ഞങ്ങൾ ആ പരിപാടി നടത്തി. പിന്നെ ഞാൻ അവിടെ വിട്ടു. 96 ഞാൻ അവിടെ വിട്ട ശേഷം പിന്നെ ഹരിദാസ്, ചടയമംഗലം ഹരിദാസ് എൻ്റെ ഗുരു മരണപ്പെട്ടു. അന്നത്തെ സംഗീത സംവിധായകനായിരുന്ന വർക്കല മുരളി, അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അന്ന് കീബോർഡ് വായിച്ചിട്ടുള്ള രാജു ഇന്നും അത്രമൂട്ടിലുണ്ട്. ഫ്ലൂട്ടിസ്റ്റ് സുരേഷ് ഇന്നും എൻ്റെ സുഹൃത്തായി, മാഷ അധ്യാപകനാണ്, എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അന്ന് പാട്ട് പാടിയിട്ടുള്ള പലരും പിന്നീട് പിന്നണി ഗായകരായി ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തി. ആ കാലമാണ്. അന്ന് അവിടെ പാട്ട് എഴുതിയത് 12 പാട്ടുകളാണ് ഞങ്ങൾ പാടിയിരുന്നത്. അതിൽ ചില പാട്ടുകളൊക്കെ എൻ്റെ കൂടി വരികളാണ്. ചടയമംഗലം NS ഹരിദാസ് എഴുതിയിട്ടുള്ള വരികൾ, വർക്കല അജി മുരളീധരൻ സംഗീതം നൽകി എന്ന് പറഞ്ഞിരുന്നെങ്കിലും എൻ്റെ കൂടി കയ്യൊപ്പ് ചേർന്ന ദേവി ഭക്തി ഗാനങ്ങളുണ്ട്. അതില് ഒരു സെമി ക്ലാസിക്കൽ സോങ് ഉണ്ട്. അതിങ്ങനെയാണ്. ദേവി പ്രസാദം മമ സംഗീതജ്ഞാനം, ദേവി പ്രസാദം. അത് ഗൗളയിലാണ് തോന്നി ചിട്ടപ്പെടുത്തി. അത് ഗൗള തന്നെ. ദേവി പ്രസാദം മമ സംഗീതജ്ഞാനം, ദേവി പ്രസാദ. പരമാനന്ദ. ആ ഒരു പ്രത്യേക സുഖമായിരുന്നു അന്നത്തെ പാട്ടുകൾ. അതിലൊരു പാട്ടുണ്ട് അത്താഴപ്പാട്ടിനകത്തളത്തിൽ. പിന്നെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ, 10-12 പാട്ടുകളുണ്ട്. ആ 12 പാട്ടുകൾ അന്ന് 3 വർഷം തുടർച്ചയായിട്ട് ആ വേദിയിൽ പാടിയപ്പോ, കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിന്റെ ആ വേദിയിൽ പാടിയപ്പോ എന്റെ മതം ഇറങ്ങിപ്പോയതായിട്ടോ എന്റെ വിശ്വാസം ഇറങ്ങിപ്പോയതായിട്ടോ എനിക്ക് തോന്നിയില്ല. എന്നാൽ ആയൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പണി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിനുശേഷം 92 കാലഘട്ടങ്ങളിൽ 91 കഴിഞ്ഞപ്പോൾ ചെണ്ട കൊട്ടാൻ ഒരാഗ്രഹം തോന്നി. ചെണ്ട പഠിക്കാൻ പോയി. അത് നടന്നു ഇതിനിടയിൽ. അങ്ങനെ അമ്പലപ്പറമ്പിലിൽ ശ്രീകോവിലിന് മുന്നിലൊക്കെ ചെണ്ട കൊട്ടിക്കൊണ്ട് നടന്നു. ഇതിനിടയിൽ വിശ്വാസ ആചാരങ്ങൾ വെച്ച് പുലർത്തുന്ന കാർക്കശ്യമുള്ള സ്ഥലങ്ങളിൽ ശ്രീകോവിലിന്റെ മുന്നിലേക്ക് ഞാൻ പോകാറില്ല. എൻ്റെ വീടിനടുത്തുള്ള ആയിരവല്ലി മൂലപോണ്ടൊരു ആയിരവല്ലി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കൊട്ടാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം അവിടെ മറ്റു മതസ്ഥർ ശ്രീകോവിലിന്റെ മുന്നിലേക്ക് പോകുന്നതിനോട് വിലക്കുണ്ട്. നമ്മൾ ഗുരുവായൂരിന്റെ കാര്യം പറഞ്ഞതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെണ്ടയും കൊണ്ട് ഞാൻ പോയി കൊട്ടി എല്ലാം ചെയ്തു. അങ്ങനെ കോട്ടിക്കൽ ഫിലിഗിരി ക്രിസ്ത്യൻ പള്ളി, അവിടെ കൊട്ടാൻ പോയി ചെണ്ട കൊട്ടിയാണ്. ഒരു പള്ളിപ്പെരുന്നാളായിട്ട് കൊട്ടാൻ ചെന്ന സമയത്ത് അവിടെ ഒരു പാട്ട് കേട്ടു. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ. ഇത് കെസ്റ്റർ പാടിയാണ് ഞാനത് കേട്ടിട്ടുണ്ട്. പിന്നീട് ആരാണ് ആ പാട്ട് പാടിയത് എനിക്കറിയില്ല, ആദ്യം പാടിയത്. ഏതായാലും അങ്ങനെ ഒത്തിരി പാട്ട്, കുറേ ക്രിസ്ത്യൻ ഗാനങ്ങൾ, രക്ഷക, അങ്ങനെ കുറെ പാട്ടുകൾ. ആ പാട്ടുകൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ കിട്ടില്ല. ആ പാട്ടുകളും പാടി. അപ്പോഴും ക്രിസ്ത്യാനിറ്റി തലയിൽ കയറിയിട്ട്, ക്രിസ്തു തലയിൽ കയറിയിട്ട് എൻ്റെ മതം ഇറങ്ങിപ്പോയതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇന്നും ഞാൻ മാപ്പിളപ്പാട്ട് പാടുന്നുണ്ട്, കൃഷ്ണഭക്തി ഗാനങ്ങൾ പാടുന്നുണ്ട്, ശിവഭക്തി ഗാനങ്ങൾ പാടുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇങ്ങോട്ട് തിരിഞ്ഞു കളിക്കാത്തത് മുഴുവൻ ഞാൻ പാടുന്നുണ്ട്. അതിലൊന്നും മതമോ മറ്റോ വ്യത്യാസമൊന്നും ഞാൻ കണ്ടിട്ടില്ല.
ആ കാലത്താണ് ഞങ്ങളുടെ തേക്കിൽ ആയുർവല്ലി ക്ഷേത്രം, അതുപോലെ തോട്ടമുക്ക് ജംഗ്ഷൻ, ഇവിടെയൊക്കെ നമ്മൾ ഭക്തിഗാനങ്ങൾ വെക്കുന്നത്. ഭക്തിഗാനങ്ങളല്ല, ഈ മണ്ഡല സമയമാകുമ്പോഴത്തേക്ക് ഭജനമേളകൾ സംഘടിപ്പിക്കും. അതിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആണ് ഈ പ്രോഗ്രാം വെക്കുന്നത് എന്നുകൊണ്ട് ഗഞ്ചിറ, ഘടം ഇതൊക്കെ ഉപയോഗിക്കുന്നു. അന്ന് പെട്ടിയും തബലയൊന്നും ഇല്ല, ആ കാലമല്ല. അന്ന് സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരാണല്ലോ. അന്ന് നമ്മൾ ഈ മക്കത്തെ കല്യാണത്തെ കുറിച്ചൊക്കെ പാട്ട് പാടും. കാര്യം ബാബരസ്വാമി അവിടെ ഉണ്ട്, അതുകൊണ്ട് ഒരു മതസുഹാർത്തുണ്ട്. ബാബരസ്വാമിയെ പൊക്കിക്കൊണ്ട് അവിടെ ഒരു പാട്ട്, പിന്നെ വെളുത്ത അച്ഛനെ ക്രിസ്ത്യാനിറ്റി വെച്ചുകൊണ്ടൊരു പാട്ട് യേശുദാസും പാടിയിട്ടുണ്ട്. ഹൃദത്താന്തോട്ടത്തിൽ പാത്തുമ്മ പെറ്റോരു തനയനെ ചങ്ങാതിയാക്കിയയ്യൻ. ആ പാട്ട് അന്ന് യേശുദാസ് പാടി ഓർക്കുന്നുണ്ടാവും. ആ 3 മതങ്ങളുടെയും ചേർത്ത് വെച്ചുകൊണ്ട്. അതുപോലെ അന്നത്തെ പ്രോഗ്രാമുകളിൽ ഈ ഭജനമേളകളിലൊക്കെ ക്രിസ്ത്യൻ ഗാനങ്ങളും മുസ്ലിം ഗാനങ്ങളും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഓരോ പാട്ട് ഉൾപ്പെടുത്തും. കാരണം അവിടെ ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷം ശബരിമലയിൽ ഉള്ളതുകൊണ്ട്. അത്തരത്തിൽ അന്നും ഇന്നും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ് ഈ മക്കത്തെ കല്യാണത്തെ കുറിച്ചുള്ളത്. ആ മക്കത്തെ കല്യാണം ഇപ്പോ ആരോ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് എടുത്ത് വീഡിയോ ചെയ്തിട്ടപ്പോ ഹിന്ദു മതവിശ്വാസാചാര പ്രകാരം മക്കത്തെ കല്യാണം പാടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് പറയുന്നതെന്നറിയാം. സത്യത്തിൽ വിവരദോഷികളാണ്, വിവരമില്ലാത്തവരാണത് പറയുന്നതെന്ന് ഞാൻ പറയും. കാരണം ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട് ഇത് 3 ലിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നടക്കില്ലെന്നേ. കാരണം ഏറ്റവും ഇതാണത്. അവിടെ അള്ളാനെ ആരാധിച്ചാൽ മതി, അയ്യപ്പനെ ആരാധിക്കാൻ അവിടെ പറയുന്നില്ല. ഒരു പാട്ട്, ഒരു പ്രതീകമായി അവിടെ അവതരിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മറുചോദ്യമുണ്ട്, മുസ്ലിങ്ങൾ അത് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. അവരെ ഏകദൈവ വിശ്വാസിയാണ്, അവരത് ചെയ്യുന്നില്ല, ചെയ്ത് ശീലമില്ല, ചെയ്യേയില്ല. അതവരുടെ തീവ്രതയെന്നോ എന്ത് നിങ്ങൾ വിളിച്ചിട്ടും കാര്യമില്ല. അവർക്കത് തീവ്രത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തീവ്രത ഇല്ല എന്ന് തെളിയിക്കേണ്ടി വേണ്ടത്. ഞങ്ങള് തീവ്രത ഇല്ലാത്തവരാണ്, എല്ലാവരുടെ സഹാനുഭൂതി ഉള്ളവരാണ്, മതപരമായിട്ടുള്ള യാതൊരു വെറുപ്പും വെച്ചു പുലർത്താത്തവരാണ്, മതസൗഹാർദ്ദത്തിന്റെ ഈറ്റിലമാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി ഇത് ആവർത്തിച്ചു പോരുകയല്ലേ വേണ്ടത്. അതല്ല, അവരത് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങളും ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഖണ്ഡിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ഇവരും തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്റെ ചോദ്യമാണ്. നിങ്ങളെന്ന് ഞാൻ പറഞ്ഞ ഒരു മുസ്ലിം എന്ന നിലയിലാണ് ഞാൻ എന്റെ ഹിന്ദു സഹോദരങ്ങളോട്, ഇങ്ങനെ തർക്കിക്കുന്ന ചിലരോടാണ് കേട്ടോ, മറ്റവരോടല്ല, അവരിതിനൊന്ന് മറുപടി പറയണമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പാട്ട് പാടുമ്പോൾ എൻ്റെ പാട്ടുകൾ, എനിക്ക് മൈലാഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മയിൽപ്പീലി ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടും ഒന്നായിട്ട് തന്നെ ഞാൻ കാണുന്നത്. താരാട്ട് പാട്ടൊക്കെ, താലോലം താലോലം പൊന്മോനെ എൻ്റെ താരാട്ടിൽ നീ ഉറങ്ങൻ മോനെ, ഈ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. അപ്പുറത്ത് എന്താണ് വേറൊരു പാട്ടുണ്ടല്ലോ, അണിവാകച്ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണാ, മിഴിനീരിൽ കാളിന്തി ഒഴുകി കണ്ണാ, അരുനാഴിയെള്ളണ്ണ അണിയട്ടയോ. അങ്ങനെ കണ്ടല്ലേ വരികള്, മറന്നു. അതൊക്കെ ഞാൻ പണ്ട് പാടിയിട്ടുള്ള പാട്ടുകളാണ്, ദിവസം കേൾക്കുന്ന പാട്ടുകളല്ലേ, ഒരുപാട് കാലമല്ലേ, മറന്നുപോയി. ഇപ്പം സത്യത്തിൽ ജീവിത പ്രാരാബ്ധത്തിനിടയ്ക്ക് ആ പാട്ടുകളൊന്നും പാടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ എന്നാൽ ഇപ്പോഴും യമുനയിൽ കരഹര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലെ എന്നെ തഴുകിയേനെ, അങ്ങനെ ഒരു പാട്ടുണ്ട്. പിന്നെ അതിൽ മയിൽപ്പീലിയിൽ കുറേ പാട്ടുകളുണ്ട്. സാന്താനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരുരു പുരുഷാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത്. എങ്ങനെയാണ് പാട്ട്? അങ്ങനെയാണ് തോന്നുന്നു. ചന്ദന ചർച്ചിത വരികൾ മറന്നതുകൊണ്ടാണ് കേട്ടോ. വയസ്സായില്ലേ, 19 വയസ്സായി. പക്ഷെ ഈ പാട്ടുകളൊക്കെ എനിക്ക് പരിചയമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് മനസ്സിലായില്ലേ. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം പാട്ടേ പാടൂ. ഞാനിപ്പോൾ ഇത്രയും പാട്ടുകൾ തുടങ്ങി വെച്ചു. നന്നായോ നശിച്ചോ എന്തോ ആയിക്കോട്ടെ. എത്ര മാപ്പിളപ്പാട്ട് പാടി, എത്ര എണ്ണം പാടി എനിക്കറിയില്ല. മാപ്പിളപ്പാട്ടുകളൊക്കെ കൂടുതൽ എനിക്കറിയാവുന്നത് ഹൈന്ദവ ഭക്തി ഗാനങ്ങളാണ്. ഞാൻ എഴുതിയ പാട്ടുകൾ വെളിച്ചം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹൈന്ദവ ഭക്തി ഗാനങ്ങളാണ്. കടക്കൽ ദേവി സ്തുതിഗീതങ്ങളിലുള്ള എൻ്റെ വരികൾ വെളിച്ചം കണ്ടിട്ടുള്ളത്. മാപ്പിളപ്പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും പുറലോകം കണ്ടിട്ടില്ല. അപ്പോ ജാതി മതമൊന്നുമില്ല സംഗീതത്തിന്, വിശ്വാസത്തിന്, ദൈവവിശ്വാസത്തിന്. ഖുർആനിലൊരു ആയത്തുണ്ട്,
ലക്കും ദീനുക്കും വലിയ ദീൻ. നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം. അതാണ് ഇതിന്റെ ശരി. അത്രേ ഉള്ളൂ. നിന്റെ മതത്തെ നീ എന്നിലും അടിച്ചേൽപ്പിക്കേണ്ട, എൻ്റെ മതത്തെ നിന്നിലും അടിച്ചേൽപ്പിക്കേണ്ട. ഇത് രണ്ടും ചെയ്യേണ്ട. പരസ്പരം ബഹുമാനിച്ച് ആദരിച്ച് ഒരുമിച്ച് ജീവിക്കാം. മതങ്ങൾ എന്ന് പറയുന്നത് ഒരു മാതാപിതാക്കളുടെ മക്കളെ പോലെയാണ്. ഒരാള് ഒരു മതം, മറ്റൊരു മതം, ഇങ്ങനെയാണ് സഹോദരങ്ങൾ. വിവിധ രാഷ്ട്രീയ കക്ഷികൾ നിൽക്കുന്നത് പോലെയുള്ളൂ. മതങ്ങൾ വിഭിന്നമായിരിക്കുമ്പോഴും അതിന്റെ സത്ത ഒന്നാണ് എന്നതുകൊണ്ട് അവരവരുടെ വഴിക്ക് പോട്ടെ. ആരും മറ്റുള്ളവരെ നിന്ദിക്കുകയും വേണ്ട, അപമാനിക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട്, അവരവരുടെ വിശ്വാസാചാരങ്ങൾ നിന്നുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്വർഗമാണ്. പക്ഷേ ഇവിടെ നരകമാക്കാൻ വലിയൊരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുക? സി മേജറിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. Don't forget to subscribe and support this channel.